ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ഒരു ആർമി ജവാന് അവനിപ്പോൾ 15 വർഷമോ 17 വർഷമോ ജോലി ചെയ്യുമ്പോൾ അവർക്ക് പെൻഷനായിട്ട് ഒരു 25,000 മുതൽ 30,000 രൂപ പണം കിട്ടും. അത് പെൻഷനായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് അവർ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ആനുകൂല്യമുണ്ട്, നല്ലൊരു തുക കിട്ടും. ഈ വീടുകളിൽ നിന്നൊക്കെ ഈ റിട്ടയർ ചെയ്ത് ഇവൻ്റെ ഒരു ലൈഫിലെ ആഗ്രഹമാണ് അവനൊരു വീട് വെക്കണം. നോർമലായിട്ട് ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന അവൻ്റെ പഴയ വീട് താമസിക്കാൻ അനുയോജ്യമല്ല, ഇത്രയും മക്കൾക്ക് ഇവർക്കൊക്കെ അവർക്ക് കുഴപ്പമില്ലാത്തൊരു വീട് വെക്കണം. അപ്പോൾ ആ വീട് വെക്കാൻ വേണ്ടി ലോണും ഒക്കെ എടുത്ത് ഈ കിട്ടുന്ന പൈസ ഒക്കെ അറേഞ്ച് ചെയ്ത് അവൻ്റെ വീട്ടിലെ പേരൻസിനെ പെങ്ങന്മാരെ ഒക്കെ പഠിപ്പിക്കാനും കല്യാണം നടത്താനൊക്കെ ഇന്ത്യൻ ഫാമിലി സെറ്റപ്പ് നിങ്ങൾക്കറിയാം. അപ്പം അതോട് കഴിയുമ്പോൾ ഇവൻ പക്ക കാലിയാവുക. ഉള്ള സംഭവം 30,000 രൂപ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിച്ചു പോകാം? അതായത് 2 കുട്ടികൾ കാണും, അല്ലെങ്കിൽ 2 കുട്ടിയോ 3 കുട്ടിയോ അല്ലെങ്കിൽ 1 കുട്ടിയെ കാണും, അയാളുടെ പേരൻസ് കാണും, അയാളുടെ ഭാര്യ കാണും, അത് ചിലപ്പം അനിയത്തിമാർ കാണും, അനുജന്മാർ കാണും. ഇവരെയൊക്കെ റൺ ചെയ്ത് പോകാൻ ഈ 30,000 രൂപ ഇന്ത്യയിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനെ കൊണ്ട് പറ്റുമോ? എൻ്റെ ചോദ്യം സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കുക. സാധനങ്ങളുടെ വില പോയ പോക്ക് കണ്ടു. നിങ്ങൾക്കറിയോ കേരളത്തിലെ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വില കുറയും. ഞാൻ പറഞ്ഞ വില കുറയത്തില്ല. കാറിന് അങ്ങനെയുള്ള സാധനത്തിന് മാത്രമേ വില കുറയത്തുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ ഒന്നും വില ഈ പറയുന്നത് കുറയാൻ പോകുന്നില്ല. അവർ ഈ ട്രേഡേഴ്സ് അതിൻ്റെ അകത്ത് ലാഭം ഉണ്ടാക്കും.